അങ്ങനെ റിക്കി റോബോട്ടിനെ നിരീക്ഷിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കി. ഹി ഹാച്ച്ഡ് എ പ്ലാൻ ടു സ്പൈ ഓൺ ദ റോബോട്ട് ആൻഡ് ബിഗാൻ ഫോളോയിങ് ഇറ്റ് എറൗണ്ട് ദ ഹൗസ്. അല്ലേ, അവൻ റോബോട്ടിനെ വീട്ടിലുടനീളം പിന്തുടർന്നു. അല്ലേ, അതുപോലെ തന്നെ ഫൈനലി ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ് വൈൽ ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് ഓൺ ഓഫ് ഹിസ് ക്ലോത്ത്സ്. ഒടുവിൽ എന്ത് ചെയ്തു? അവൻ റോബോട്ടിനെ പിന്തുടർന്നു. വസ്ത്രം എടുക്കുമ്പോൾ, അതായത് റോബോട്ട് അവൻ്റെ വസ്ത്രം എടുക്കുന്നത് എന്ത് ചെയ്തു? റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ പിടികൂടി എന്നാണ് അർത്ഥം. അല്ലേ, അതായത് റിക്കി മനസ്സിലാക്കി അവൻ്റെ ഡ്രസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് ആരാണെന്ന്, റോബോട്ടാണെന്ന് അവൻ മനസ്സിലാക്കി. വൈൽ ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് ഓൺ ഓഫ് ഹിസ് ക്ലോത്ത്സ് റിക്കി ഫോളോവർ ദ റോബോട്ട് വിത്തൗട്ട് മേക്കിംഗ് എ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ റിക്കി എന്ത് ചെയ്തു? റോബോട്ടിനെ പിന്തുടർന്നു. ടു ഹിസ് സർപ്രൈസ് ആയിട്ട് തന്നെ ഹീ സോ ദ റോബോട്ട് ഫോൾഡ് ഹിസ് ടീഷർട്ട് നീറ്റ്ലി. റോബോട്ട് എന്ത് ചെയ്യുന്നു? അവൻ്റെ ടീഷർട്ട് നീറ്റായിട്ട് അടുക്കി ഒതുക്കി വെക്കുകയാണ്. ആൻഡ് കീപ്പിംഗ് ഇറ്റ് ഓൺ എ പൈൽ ഓഫ് ക്ലോത്ത്സ് ഇൻ ദ സ്റ്റോർ റൂം. ഇതെല്ലാം സ്റ്റോർ റൂമിലേക്ക് അടുക്കി ഒതുക്കി വെക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓഫ് ഹി വെൻറ്റ് റണ്ണിങ് ടു ഹിസ് പാരൻസ്. പെട്ടെന്ന് തന്നെ അവൻ എന്ത് ചെയ്തു? അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. എന്താണ് പറയുന്നത്? ഫാദർ, ദിസ് ബട്ട്ലർ റോബോട്ട് ഈസ് ഫൗൾട്ടി. അച്ഛാ, ഈ ബട്ട്ലർ റോബോട്ടിന് തകരാറുണ്ട്. എന്താ ചെയ്തത്? ഫാദർ, ദിസ് ബട്ട്ലർ റോബോട്ട് ഈസ് ഫൗൾട്ടി. ഹി വാസ് ഫ്ലിച്ച്ഡ് മൈ തിങ്സ്. എൻ്റെ സാധനങ്ങൾ എടുത്ത് ഒളിപ്പിക്കുകയാണ്. ഐ തിങ്ക് ദേ പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി. അല്ലേ, ഇതിനെ നമുക്ക് അയച്ചു വിടാം എന്ന് അവൻ പറയുകയാണ്. ഇത് ബാഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ലെറ്റ് സെൻഡ് ഹിം ഓഫ്. അപ്പം ഫാദർ എന്ത് പറയാണ്? അബ്സല്യൂട്ട്ലി നോട്ട്. അല്ലേ, ഫാദർ എന്തിനാണ് പറയുന്നത്? സമ്മതിച്ചില്ല, പറ്റത്തില്ല. ഫാദർ ഒരു റോബോട്ടിക്സ് വിദഗ്ധനായിരുന്നു അച്ഛൻ. അതുകൊണ്ട് തന്നെ പുതിയ റോബോട്ടിനെ വളരെ ഇഷ്ടമായിരുന്നു. ആർക്ക്? അച്ഛന്. അല്ലേ, ഹി വാസ് ആൻ എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്സ്. ഹി ഹാഡ് ബീൻ ഡിലൈറ്റഡ് വിത്ത് ദ ന്യൂ ബട്ട്ലർ. അതുപോലെ തന്നെ ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ. അച്ഛൻ്റെ സ്വപ്നം അച്ഛൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഈ റോബോട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. ഈ ഒരു റോബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് സത്യമായപ്പോൾ, അത് സഫലമായപ്പോൾ അച്ഛനത് ചെയ്യാൻ പറ്റത്തില്ല. അച്ഛൻ അതിനെ തിരിച്ചുവിടാൻ ഒട്ടും മനസ്സ് വന്നില്ല. ഓക്കെ, അച്ഛനതിന് റോബോട്ടിനെ തിരിച്ചുവിടാൻ എന്ത് ചെയ്തില്ല? ഒട്ടും മനസ്സ് വന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? ബട്ട് റിക്കി വാസ് ഒബ്സ്റ്റിനേറ്റ്. റിക്കി വാശി പിടിക്കുകയാണ്. അല്ലേ, ഒബ്സ്റ്റിനേറ്റ് മീൻസ് വാശി പിടിക്കുക എന്നാണ് അർത്ഥം. ഐ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഹിം. എനിക്കിതിനെ തിരിച്ചയക്കണം. എ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് ഫാദർ ഫോളോവ്ഡ്. ഒരു വളരെ ഭയങ്കര തർക്കമായിരുന്നു അച്ഛനും മകനും തമ്മിൽ. റിക്കി ആൻഡ് ദ ഫാദർ ഫോളോവ്ഡ്. ആ തർക്കമാണ് താഴെ കൊടുത്തിരിക്കുന്ന കോൺവേഴ്സേഷൻ എന്ന് പറയുന്നത്. ഫാദർ, എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്. ഫാദർ പറയാണ്, എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്. ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. അല്ലേ, റോബോട്ട് എന്ന് പറയുന്നത് ഒരു വണ്ടർഫുൾ ഡിവൈസാണ് മോനെ. നീ അതൊന്ന് നോക്കിക്കേ, അത് ചെയ്യുന്ന കാര്യങ്ങൾ നീ ഒന്ന് നോക്കിക്കേ. റിക്കി, ഐ ഡോണ്ട് തിങ്ക് സോ. ഹീ ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. എനിക്കങ്ങനെ തോന്നുന്നില്ല. അത് നല്ലതിനേക്കാൾ കൂടുതൽ ദോഷമാണ് ചെയ്യുന്നത്. അപ്പം അച്ഛൻ പറയാണ്, യു ആർ റോങ് റിക്കി. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. നീ തെറ്റാണ് പറയുന്നത്. ഒരു റോബോട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല, നിനക്ക് അറിയത്തില്ല എന്നാണ് പറയുന്നത്. അപ്പം റിക്കി പറയാണ്, ഐ കാൺട്ട് അഗ്രി വിത്ത് യു. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി മാനേജ്ഡ്. ഞാൻ നിങ്ങളോട് യോജിക്കുന്നില്ല, ഞാൻ അച്ഛൻ പറയുന്നതോട് യോജിക്കുന്നില്ല. ഒരു റോബോട്ട് ശരിയായി വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമായി മാറുമെന്ന് ആര് പറയാണ്? റിക്കി പറയാണ്. റിക്കി കെപ്റ്റ് ഓൺ കംപ്ലൈൻറ്റിങ് ടു ഹിസ് പാരൻസ് എബൌട്ട് ദ റോബോട്ട് ഹൈഡിങ് തിങ്സ്. അപ്പം റിക്കി കംപ്ലൈൻറ്റ് ചെയ്തു പാരൻസിൻ്റെ അടുത്ത് റോബോട്ട് ഹൈഡ് ചെയ്യുന്ന സംഭവങ്ങളെ പറ്റിയിട്ട്. ദാറ്റ് ഔട്ട് വെയ്റ്റഡ് വാട്ട് എവർ യൂസ്ഫുൾ തിങ്സ് ഹി ഡിഡ്. അതായത് റോബോട്ട് ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കാൾ ഈ പ്രശ്നം വലുതാണെന്ന് അവൻ കരുതി. അല്ലേ, റിക്കി എന്ത് ചെയ്തു? കരുതി. ഹാച്ച്ഡ് എ പ്ലാൻ്റെ അർത്ഥം ഒരു പദ്ധതി തയ്യാറാക്കി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ സ്പൈ ഓൺ എന്ന് പറഞ്ഞാൽ രഹസ്യമായി നിരീക്ഷിക്കുക എന്നാണ് അർത്ഥം. റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ കൈയോടെ പിടികൂടുക എന്നതാണ് അർത്ഥം. ഫ്ലിച്ച്ഡ് എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ചു, എടുത്തു എന്നൊക്കെ അർത്ഥമുണ്ട്. ഫൗൾട്ടി എന്ന് പറഞ്ഞാൽ തകരാറുള്ള. ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷിച്ചെന്നൊക്കെയാണ് അർത്ഥം. ഒബ്സ്റ്റിനേറ്റ് എന്ന് പറഞ്ഞാൽ വാശിക്കാരൻ. ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ തർക്കം. അതാണ് അവിടെ കോൺവെർസേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഔട്ട് വെയ്റ്റഡ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രാധാന്യമുള്ളതായി മാറി എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ അല്ലേ അത് പറഞ്ഞത്. അപ്പോൾ ഇനി നെക്സ്റ്റ് നോക്കാം.
One day, the robot who was wiring past heard the boy's complaint. ഒരു ദിവസം റിക്കിയുടെ പരാതികൾ കേട്ടുകൊണ്ട് റോബോട്ട് അവൻ്റെ അടുത്തുകൂടി പോയി. കുറച്ച് സമയത്തിന് ശേഷം റോബോട്ട് റിക്കിയുടെ ഒരു ജോഡി ഷൂസും ചില വസ്ത്രങ്ങളും കൊണ്ടുവന്നു. One day, the robot who was wiring past heard the boy's complaint. ഒരു ദിവസം റോബോട്ട് ബോയുടെ കംപ്ലൈൻറ്റ് കേട്ടു. The robot returned with a pair of Ricky shoes and some of his clothes. Here, sir. ഇതാ സർ. I did not know it was bothering you. സാർ, ഇത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. said the butler in his metallic voice. റോബോട്ടിൻ്റെ ഒരു ശബ്ദം ഉണ്ടല്ലോ, ഒരു മെറ്റാലിക് വോയിസ് ഉണ്ടല്ലോ, ആ വോയിസിൽ റോബോട്ട് ആരോട് പറഞ്ഞു? റിക്കിയോട് പറഞ്ഞു. അപ്പോൾ റിക്കി എന്ത് ചെയ്തു? ഹൗ കുഡ് ഇറ്റ് നോട്ട് യു തീഫ്, യു എവർ ബീൻ നിക്കിങ് മൈ സ്റ്റഫ് ഫോർ വീക്ക്. റിക്കി ദേഷ്യത്തോടെ പറയാണ്, എങ്ങനെ അറിയാതിരിക്കും കള്ള, ആഴ്ചകളായി നീ എൻ്റെ സാധനങ്ങൾ മോഷ്ടിക്കുകയല്ലേ എന്ന് പറയാണ്. നിക്കിങ് മൈ സ്റ്റഫ് ഫോർ വീക്ക് അല്ലേ, ഹൗ കുഡ് ഇറ്റ് നോട്ട് യു തീഫ് എന്ന് പറയാണ്. അപ്പം എന്തു പറയാണ്? റോബോട്ട് അതിന് മറുപടി കൊടുക്കുകയാണ്. ഐ ഹാഡ് സീൻ യുവർ തിങ് ലൈയിങ് സ്കാറ്റേർഡ് ഓൺ ദ ഫ്ലോർ. ഐ തോട്ട് ദാറ്റ് യു ഡിഡ് നോട്ട് നീഡ് ദം. ഐ ആം പ്രോഗ്രാംഡ് ടു കളക്ട് ആൾ ദാറ്റ് ഇറ്റ് നോട്ട് വാണ്ടഡ്. At night, I send them to places where other humans can use them. I am a maximum efficiency machine. Were you unaware of it? The robot said with a certain pride. അതായത്, നിങ്ങളുടെ സാധനങ്ങൾ നിലത്ത് ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് റോബോട്ട് പറയാണ്. അവ നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് ഞാൻ കരുതി, അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് കരുതി. വേണ്ടാത്ത വസ്തുക്കൾ ശേഖരിക്കാൻ എന്നെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. വേണ്ടാത്ത വസ്തുക്കളെല്ലാം കളക്ട് ചെയ്യാണ് റോബോട്ട് ചെയ്യുന്ന പണി. അപ്പോൾ രാത്രി അവ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലേക്ക് ഞാൻ അയക്കും. അതായത് അവിടെ ഒരു മോറൽ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമാണെന്നാണ് ആര് പറയുന്നത്? റോബോട്ട് പറയുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ റിക്കിക്ക് അങ്ങനെ ഒരു ഷെയിം തോന്നി അല്ലേ, ഒരുമാതിരി തോന്നി റിക്കിക്ക്. റിക്കി വാസ് അഷെയിംഡ്. He had spent all his life treating things as though they were useless. He cared for nothing, yet there were many people in the world who would have been delighted to have Ricky things. Unlike him, they would have taken good care of them too. He realized that the robot was neither broken nor misprogrammed. Rather, it had been programmed extremely well. അതായത്, റിക്കി വാസ് അഷെയിംഡ്. ഇത് കേട്ടപ്പോൾ റിക്കിക്ക് ലജ്ജ തോന്നി. ഹീ ഹാഡ് സ്പെൻഡ് ആൾ ഹിസ് ലൈഫ് ട്രീറ്റിംഗ് തിങ്സ് ആസ് തോട്ട് ദേ വെർ യൂസ്ലെസ്. അതായത് ഇതുവരെ അവൻ തൻ്റെ സാധനങ്ങൾ വില കൽപ്പിക്കാതെ ഉപേക്ഷിക്കുകയായിരുന്നു അല്ലേ. ഹീ കെയർഡ് ഫോർ നത്തിങ്. അവ ഒന്നും കെയർ ചെയ്തില്ല. ദെർ വെർ മെനി പീപ്പിൾസ് ഇൻ ദ വേൾഡ് ഹൂ വുഡ് ഹാവ് ബീൻ ഡിലൈറ്റഡ് ടു ഹാവ് റിക്കി തിങ്സ്. അതായത് എന്നാൽ ലോകത്തിൽ പലർക്കും റിക്കിയുടെ സാധനങ്ങൾ ലഭിച്ചാൽ വളരെ സന്തോഷകരമായിരുന്നു അല്ലേ, സന്തോഷകരമായി അവരത് ഉപയോഗിക്കും അല്ലേ, നന്നായി സൂക്ഷിക്കുകയും ചെയ്തേനെ. അപ്പോൾ റിക്കിക്ക് ഒരു കാര്യം മനസ്സിലായി. റിക്കിക്ക് മനസ്സിലായ കാര്യം എന്താണ്? ഹി റിയലൈസ്ഡ് ദാറ്റ് ദ റോബോട്ട് വാസ് നെയ്തർ ബ്രോക്കൺ. അല്ല, എന്താണ് റിക്കിക്ക് മനസ്സിലായത്? റോബോട്ടിന് യാതൊരു തകരാറും ഉണ്ടായിരുന്നില്ല, അത് തെറ്റായി പ്രോഗ്രാം ചെയ്തതുമില്ല, മറിച്ച് അത് വളരെ മികച്ച രീതിയിലാണ് പ്രോഗ്രാം ചെയ്തിരുന്നത് എന്ന് ആർക്ക് മനസ്സിലായി? റിക്കിക്ക് മനസ്സിലായി. റിക്കിക്കൊരു കുറ്റബോധം തോന്നി എന്നാണ് പറയുന്നത്. അപ്പോൾ വേർഡ് മീനിങ് നമുക്ക് നോക്കാം. വയറിംഗ് എന്ന് പറഞ്ഞാൽ യന്ത്രശബ്ദം എന്നാണ് അർത്ഥം. കംപ്ലൈൻറ്റ് അറിയാലോ അല്ലേ, അറിയത്തില്ലേ? പരാതികൾ എന്നാണ്. മെറ്റാലിക് വോയ്സ് എന്ന് പറഞ്ഞാൽ ലോഹ ശബ്ദം എന്നാണ് അർത്ഥം. നിക്കിങ് എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക. സ്കാറ്റേർഡ് എന്ന് പറഞ്ഞാൽ ചിതറിക്കിടക്കുക. പ്രോഗ്രാംഡ് പ്രോഗ്രാം ചെയ്ത. മാക്സിമം എഫിഷ്യൻസി പരമാവധി കാര്യക്ഷമത. അൺഅവെയർ അറിയാതിരിക്കുക എന്നാണ് അർത്ഥം. അഷെയിംഡ് ലജ്ജ തോന്നിയ. യൂസ്ലെസ് ഉപയോഗമില്ലാത്ത. ഡിലൈറ്റ് വളരെ സന്തോഷിച്ച്. റിയലൈസ്ഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി എന്നാണ്. ബ്രോക്കൺ അറിയാമല്ലോ, തകരാറായ. എക്സ്ട്രീംലി വളരെ അല്ലേ, അത്യന്തം എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ ഒരു മോറൽ പറയുന്നുണ്ട്. ഇവിടുത്തെ മോറൽ എന്താണ്? നമ്മുടെ സാധനങ്ങൾ വിലമതിക്കുകയും വൃത്തിയായും ക്രമമായും സൂക്ഷിക്കുകയും വേണം അല്ലേ. നമ്മുടെ സാധനങ്ങൾ നമ്മൾ നല്ല വേണ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ചെയ്യണം. നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാം അല്ലേ. അലക്ഷ്യമായ ശീലങ്ങൾ നമ്മൾ മാറ്റണം അല്ലേ. അലക്ഷ്യമായ ശീലങ്ങളാണ് ഇവിടെ റിക്കിയുടെ ശീലങ്ങളെന്ന് പറയുന്നത്.
സിൻസ് ദെൻ റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻറ്റ് ബോയ്. അപ്പോൾ അന്ന് മുതൽ റിക്കി ഒരു പരമാവധി കാര്യക്ഷമതയുള്ള കുട്ടിയാകാൻ തീരുമാനിച്ചു. ഹീ പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹീ ട്രീറ്റഡ് ഹിസ് തിങ്സ്. തൻ്റെ സാധനങ്ങളെ എങ്ങനെ ഉപയോഗിക്കണമെന്നും സൂക്ഷിക്കണമെന്നും അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഹീ കെപ്റ്റ് ദം ടിഡി ആൻഡ് മെയ്ഡ് ഷുവർ ഹി ഡിഡൻറ്റ് ഹാവ് മോർ ദാൻ വാട്ട് വാസ് നെസസറി. അവൻ തൻ്റെ സാധനങ്ങൾ വൃത്തിയായും ക്ഷമമായും സൂക്ഷിച്ചു. ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ കൈവശം വയ്ക്കാതിരിക്കാനും ശ്രദ്ധിച്ചു. ആൻഡ് ഹി ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് ദ റോബോട്ട് ബുക്സ്. റോബോട്ടിൻ്റെ നല്ല ശീലങ്ങൾ അവൻ മാതൃകയാക്കി. വിത്ത് ഹിസ് പോക്കറ്റ് മണി ഹി ബിഗാൻ ടു ഹെൽപ്പ് പീപ്പിൾസ് ആൻഡ് ബൈ നീഡ്ഫുൾ തിങ്സ് ഫോർ ദം. തൻ്റെ പോക്കറ്റ് മണി ഉപയോഗിച്ച് അവൻ മറ്റുള്ളവരെ സഹായിക്കാനും അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനും തുടങ്ങി. റിക്കി. ഓക്കെ, അപ്പോൾ മാക്സിമം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാവധി കാര്യക്ഷമതയുള്ള അല്ലെങ്കിൽ കെയർ, ശ്രദ്ധ, കരുതൽ. ട്രീറ്റഡ് എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ചാപ്റ്ററിൻ്റെ ഓഥറിനെയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റൻ വാസ് ബോൺ ഇൻ മാഡ്രിഡ്, സ്പെയിൻ ഇൻ 1973. 1971. മാസ്റ്റർ ഡിഗ്രി, മാനേജ്മെൻറ്റിൽ മാസ്റ്റർ ഡിഗ്രി ഹോൾഡ് ചെയ്ത മഹാനാണ്. ഹിസ് പാഷൻ ഫോർ എഡ്യൂക്കേഷൻസ് ആൻഡ് റൈറ്റിംഗ് ലെഡ് ഹിം ടു ക്രിയേറ്റ് എ കളക്ഷൻസ് ഫോർ ഷോർട്ട് സ്റ്റോറി. കുട്ടികൾക്ക് വേണ്ടി ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുണ്ട്. നല്ല വാല്യുബിൾ ആയിട്ടുള്ള കുട്ടികളുടെ വാല്യൂസ് ഉൾപ്പെടുത്തിയാണ് ഓരോ ഷോർട്ട് സ്റ്റോറിയും എഴുതിയിരിക്കുന്നത്. സം ഓഫ് ഹിസ് സ്റ്റോറീസ് ഹാവ് ബീൻ കളക്റ്റഡ് ആസ് ആൻ ഓഡിയോ ബുക്കായിട്ട് കളക്റ്റഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലേസി ലിറ്റിൽ ബേർഡ്, റെഡ് മൂണ്, പെഡ്രോ ഫാബിൾ കളക്ഷൻസ്, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാനൊരു ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടെക്സ്റ്റ് എക്സസൈസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും വീഡിയോസ് ഇനി ആവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.